കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ മീനിൽ വിഷം കലർന്നെന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മീൻ കഴിച്ചും ബോധവൽക്കരണം. കൊല്ലത്ത് മത്സ്യഫെഡിന്റെ CPC കേന്ദ്രത്തിൽ മന്ത്രി KN ബാലഗോപാൽ എത്തി മീൻ വിഭവങ്ങൾ കഴിച്ച് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമിട്ടു. നല്ല മീനായതുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം നല്ല വിശ്വസനീയമാണ്. ഇപ്പം കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ്. കടമ്പും പാരയും കേരച്ചൂരയും ബ്രെഡും കൂട്ടി മന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ മീൻ ലവേഴ്സ് ഒന്നാകെ മീൻ കഴിച്ചു. മീൻകറിയും മീൻ ഫ്രൈയും പതിവിലേറെ സ്വാദ്. മത്സ്യങ്ങൾ കെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതോ സാമൂഹ്യ ദ്രോഹികൾ വെച്ച പാരയെ പാരമീൻ കറി വെച്ച് മത്സ്യഫെഡ് നേരിട്ടു. ബോധവൽക്കരണത്തിന്റെ മുൻനിരയിൽ മന്ത്രി KN ബാലഗോപാലും. മത്സ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രഷാണ്, ഏറ്റവും ഫ്രഷായ സാധനമാണ്. കെമിക്കൽ മാലിന്യം ഏറ്റവും മറ്റു തരത്തിലുള്ള കെമിക്കൽ കണ്ടാൻഷൻ ഇല്ലാത്തതാണ്. നല്ല ഒന്നാന്തരം മീനാണ് ഇവിടെ കിട്ടുന്നത്. ഫ്രഷ് മത്സ്യമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കടലമ്മയുടെ വരദാനമായ മത്സ്യത്തെ വിശ്വസിച്ച് കഴിക്കാമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ. ഞാൻ പറഞ്ഞല്ലോ, തെറ്റായ കുപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിലുടനീളം നടക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ല. നമ്മുടെ സമുദ്ര ജലത്തിന് യാതൊരു കുഴപ്പവുമില്ല, സമുദ്രത്തിലെ മത്സ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സ്യത്തൊഴിലാളികളെ അങ്ങേയറ്റം ബാധിക്കുന്ന തരത്തിലേക്കുള്ള കുപ്രചരണം നടക്കുന്നത്. മറ്റ് മാംസാഹാരങ്ങളെക്കാൾ മത്സ്യമാംസം വിശ്വസിച്ച് കഴിക്കാമെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് നേതാവ് പീറ്റർ മത്യാസ് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. കാരണം ഈ മത്സ്യം ഭക്ഷ്യയോഗ്യമാണ്. ഇതിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുമില്ല, ഒരു ക്വാളിറ്റി പ്രശ്നവുമില്ല. ഞങ്ങളിത് കഴിച്ചുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ധൈര്യപൂർവ്വം എല്ലാവരും കഴിക്കാൻ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മത്സ്യമേഖലയിലെ മത്സ്യവിപണനവും അതിൻ്റെ ഈ മീൻ പിടുത്തവുമൊക്കെ. അതിനെയൊക്കെ തകർക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ മത്സ്യഫെഡും ധനമന്ത്രി എല്ലാവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ബോധവൽക്കരണം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.